ഫ്രണ്ട്സ്, വെൽക്കം ടു എ സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 5 നമ്മളുടെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ദ ലൈറ്റർ സൈഡ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയിലൂടെ. അപ്പോൾ യൂണിറ്റിന് മുമ്പുള്ള കോട്ടൊന്ന് നോക്കാം. ഐ ലവ് പീപ്പിൾ ഹൂ മേക്ക് മീ ലാഫ്. ഐ ഹോണസ്റ്റ്ലി തിങ്ക് ഇറ്റ്സ് ദ തിങ് ഐ ലൈക്ക് മോസ്റ്റ് ടു ലാഫ്. It cures a multitude of illness. It's probably the most important thing in a person. ആൻഡ്രൂ ഹെബ്ബേൺ. അപ്പോൾ ആൻഡ്രൂ ഹെബ്ബേണിൻ്റെ വേർഡ്സ് ആണ്. ഇപ്പോൾ എന്താ പറയുന്നത്, എനിക്ക് എന്നെ ചിരിപ്പിക്കുന്നവരെ കുറേ ഇഷ്ടമാണ്, അതുപോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട് ചിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇറ്റ് ക്യൂർസ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഇൽനെസ്. അത് കുറേ രോഗങ്ങളെ ക്യൂർ ചെയ്യും, ഇല്ലാതാക്കും. പിന്നെ ഇറ്റ് പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എ പേഴ്സൺ. ഒരു വ്യക്തിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലാഫ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കോട്ട് വെച്ചിട്ടാണ് നമ്മളുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് നോക്കാം. ദ ലൈറ്റർ സൈഡ് എന്ന് പറയുന്ന 5th യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് 1 ആക്ട് പ്ലേ ആണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 ആക്ട് പ്ലേ എന്ന് വെച്ചാൽ ചെറിയ തീമിൽ വരുന്ന പ്ലേ ആണ്. കുറച്ച് ക്യാരക്ടേഴ്സേ ഉണ്ടാവുള്ളൂ, ഒരു ചെറിയ തീമായിരിക്കും പ്ലേ നടക്കുന്നത്. ഓക്കെ, അതിനാണ് 1 ആക്ട് പ്ലേ എന്ന് പറയുന്നത്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ബൈ R.H. വുഡ്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്നുള്ള പേര്, ഏർലി എന്ന് വെച്ചാൽ മുമ്പ്, ക്രിസ്മസിന് മുമ്പ് പോസ്റ്റ് ചെയ്യുക എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കാര്യം കേട്ടോ. അപ്പോൾ ക്രിസ്മസിന് മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്യുക എന്നാണ് ടൈറ്റിലിന്റെ മീനിങ് വരുന്നത്. ഇനി നമുക്ക് R.H. വുഡിന്റെ ഒരു പ്രൊഫൈൽ നോക്കാം. R.H. Wood, a British dramatist, is chiefly remembered for his 1 act play Post Early for Christmas. അപ്പോൾ R.H. വുഡ് പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്, ഷീഫ്ലി എന്ന് വെച്ചാൽ പ്രധാനമായും അറിയപ്പെടുന്നത് ഈ 1 ആക്ട് പ്ലേ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്നുള്ളതിലാണ്. ഹിസ് പ്ലേ വാസ് വെൽ നോൺ ഫോർ സിംപ്ലിസിറ്റി ഓഫ് ലാംഗ്വേജ്, ഡ്രാമാറ്റിക് സെറ്റിംഗ്സ് ആൻഡ് സബ്റ്റൈൽ പ്രസന്റേഷൻ ഓഫ് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്ലേസ് മെയിനായിട്ട് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ലാംഗ്വേജ് ഭയങ്കര സിമ്പിളായിരിക്കും, ഭയങ്കര എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുക എഴുതുമ്പോൾ. അതേപോലെ ഡ്രാമാറ്റിക് സെറ്റിങ്ങും സിമ്പിൾ ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് സബ്റ്റിൽ പ്രസന്റേഷൻ ഓഫ് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ്. സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ, നമ്മളൊരു ഡ്രാമയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിലൊരു കഥാപാത്രം ഉണ്ടാവും. ആ കഥാപാത്രത്തിൽ നമ്മൾക്ക് എവിടെയോ കണ്ടൊരു സെയിം ടൈപ്പിലുള്ള ആളുകളുണ്ട് എന്നുള്ളൊരു ഫീൽ വരുത്തുന്ന ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളാണ് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്ലേയിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ദ ആക്ഷൻ ഓഫ് ദി പ്ലേ ടേക്ക് പ്ലേസ് ഇൻസൈഡ് എ സ്മാൾ പോസ്റ്റ് ഓഫീസ് ഇൻ ആൻ ഇംഗ്ലീഷ് വില്ലേജ് ആൻഡ് സെന്റേഴ്സ് അറൌണ്ട് എ പാർസൽ ദാറ്റ് ഈസ് മിസ്റ്റേക്കൺ ഫോർ എ ടൈം ബോംബ്. അപ്പോൾ ഈ പ്ലേ നടക്കുന്ന പ്ലേസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ആയിട്ട് ബ്രീഫായിട്ട് പറഞ്ഞാൽ ഒരു സ്മാൾ പോസ്റ്റ് ഓഫീസിനകത്താണ്, ഒരു ഇംഗ്ലീഷ് വില്ലേജിലെ സ്മാൾ പോസ്റ്റ് ഓഫീസിനകത്താണ്. അവിടെ ഒരു പാർസൽ ഉണ്ട്. ആ പാർസൽ മിസ്റ്റേക്കൺ ആയിട്ട് എന്താ വിചാരിക്കുന്നത് എല്ലാവരും, അതൊരു ടൈം ബോംബായിട്ട് മിസ്റ്റേക്ക് ചെയ്യുന്ന ആ പാർസൽ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇതിലാണ് ഈ പ്ലേ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്ലേയിലോട്ട് കിടക്കാം. റീഡ് ആൻഡ് റിഫ്ലക്ട്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് laughter is not devoid of an element of pain. അപ്പോൾ എന്താ പറയുന്നത്, ഡിവോയിഡ് എന്ന് വെച്ചാൽ ഇല്ലാത്ത. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ചിരി, ഒരു പൊട്ടിച്ചിരി എന്നുള്ളതൊക്കെ ഒരു എലമെന്റ് ഓഫ് പെയിനിൽ നമ്മൾ കാണാറുണ്ട്. അതായത് എപ്പോഴും നമ്മൾ തമാശകൾ പറയാന്ന് വെച്ചാൽ ചിലപ്പോൾ വേറൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ളൊക്കെ തമാശകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ തമാശകളൊക്കെ പറഞ്ഞാൽ ഒരു എലമെന്റ് ഓഫ് പെയിൻ ഉണ്ട്, ലാഫറിലും ഉണ്ട് ഒരു ചെറിയ വേദന എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡിവോയിഡ് എന്ന് വെച്ചാൽ ഇല്ലാത്ത എന്നാണ് കേട്ടോ. ഡിവോയിഡ് എന്നുള്ള വേർഡിന്റെ മീനിങ് ഇല്ലാത്തത് എന്നാണ്. ഈസ് ഹ്യൂമർ ആൾവേസ് കംപ്ലീറ്റ്ലി ഇന്നസെന്റ് ആൻഡ് ഹാംലെസ്. എപ്പോഴും തമാശ എന്ന് പറയുന്നത് ഇന്നസെന്റ് ആൻഡ് ഹാംലെസ് ആണോ? ഈസ് ഇറ്റ് അറ്റ് ദി കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് ഇൻകൺവീനിയൻസ് ടു അതേഴ്സ് അറ്റ് ലീസ്റ്റ് അറ്റ് ടൈം. അപ്പൊ എന്താ പറയുന്നത്, തമാശകൾ
ചിലപ്പോഴെങ്കിലും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവാറില്ലേ? റീഡ് ദ വൺ ആക്ട് പ്ലേ ആൻഡ് മേക്ക് ആൻ അസസ്മെന്റ്. ഈ വൺ ആക്ട് പ്ലേ വായിച്ചിട്ട് നിങ്ങളൊന്ന് തീരുമാനിക്കൂ. അപ്പോൾ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് R.H. വുഡ്. ക്യാരക്ടേഴ്സിന്റെ പേര് നോക്കാം. എ യങ് ലേഡി അസിസ്റ്റന്റ്, ഒരു യങ് ലേഡി അസിസ്റ്റന്റ് വരുന്നുണ്ട്. അവരാണ് കുറച്ച് മെയിൻ ക്യാരക്ടർ ഇതിൽ. മിസ്സസ് സ്മിത്ത്, മിസ്സസ് ജോൺസ്, എ ഡെഫ് ഓൾഡ് ജെന്റിൽമാൻ, ഒരു ചെവി കേൾക്കാത്തൊരു ജെന്റിൽമാൻ ഉണ്ട്, ഓൾഡ് ആയിട്ടുള്ള. എ ഫാമർ, എ ഫസി ഓൾഡ് ലേഡി, ഒരു ഫസി ഓൾഡ് ലേഡി. മിസ്സസ് ഹിഗിൻസ്, ബേർട്ടി, ഹെർ സൺ, അപ്പൊ ഈ ഹിഗിൻസിന്റെ സൺ ആയിട്ടുള്ള ബേർട്ടി വരുന്നുണ്ട്. എ ഫോറിൻ ടൂറിസ്റ്റ്, എ പോലീസ്മാൻ. ഇവരൊക്കെയാണ് ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ്. ദെൻ സീന് നോക്കാം. എ പോസ്റ്റ് ഓഫീസ് വിത്ത് പോസ്റ്റേഴ്സ് റീഡിംഗ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. അപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിലാണ് ഇത് നടക്കുന്നത്, സീന് നടക്കുന്നത്. ആ പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ഒരു പോസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്, ക്രിസ്മസിന് മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ സീന് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം അസിസ്റ്റന്റ്. മൈ വാട്ട് എ ബിസി ഡേ ഇറ്റ് വാസ് ഫോർ മീ യെസ്റ്റർഡേ. I didn't have a minute rest all day. What with Christmas nearly here and people sending parcels and cards. അപ്പോൾ അസിസ്റ്റന്റ് പറയാണ്, വാട്ട് എ ബിസി ഡേ ഇറ്റ് വാസ് ഫോർ മീ യെസ്റ്റർഡേ. ഇന്നലെ എന്തൊരു തിരക്കുള്ള ദിവസമായിരുന്നു എനിക്കെന്നറിയോ. ഐ ഡിഡ്ന്റ് ഹാവ് എ മിനിറ്റ് റെസ്റ്റ് ഓൾ ഡേ. എനിക്കൊരു മിനിറ്റ് പോലും റെസ്റ്റ് കിട്ടിയിട്ടില്ല. വാട്ട് വിത്ത് ക്രിസ്മസ് നിയർലി ഹിയർ ആൻഡ് പീപ്പിൾ സെൻഡിങ് പാർസൽസ് ആൻഡ് കാർഡ്സ്. ക്രിസ്മസ് ഇതാ ഇങ്ങെത്താറായി, ഇപ്പോഴും ആളുകൾ പാർസൽസും കാർഡ്സൊന്നും സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ആൻഡ് വാട്ട് ഫണ്ണി പീപ്പിൾ ദർ ആർ ഇൻ ദിസ് വേൾഡ് ടു ബി ഷുവർ. അപ്പോൾ ഇവരെന്താ പറയണമെന്ന് വെച്ചാൽ, ഈ ക്രിസ്മസിന്റെ ഈ അടുത്തെത്താറായല്ലോ ക്രിസ്മസ്, ഇപ്പോഴും പാഴ്സൽ അയച്ച് ഇങ്ങനെ എല്ലാവരും ലേറ്റ് ആക്കി വെക്കുകയാണ് അയക്കുന്നതൊക്കെ. അപ്പോൾ അവർ പറയാണ് എന്ത് ബുദ്ധിമുട്ടാണ് ഈ ആളുകളെ കൊണ്ട്. Only the other day, a man came into my post office and said, "Please, could you tell me where I could get a stamp?" അപ്പോൾ ഒരു ദിവസം ഒരു ആള് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ചോദിക്കുകയാണ് എവിടുന്നാണ് സ്റ്റാമ്പ് കിട്ടുകയെന്ന്. അപ്പോൾ അയാൾ പോസ്റ്റ് ഓഫീസാണെന്ന് പോലും അയാൾക്കൊരു ഇതില്ലാണ്ട് ചോദിക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓഫ് കോഴ്സ് അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഹി വാസ് പ്ലേയിങ് എ ജോക്ക് ഓൺ മീ. ആദ്യം ഞാൻ വിചാരിച്ചത് അയാൾ തമാശക്ക് പറയാണെന്നാണ്. ദെൻ ദർ വാസ് ദി ഓൾഡ് മാൻ ഹൂ കുഡിൻ സീ വെരി വെൽ. പിന്നീട് ഒരു ഓൾഡ് മാൻ വന്നു, അയാൾക്ക് മര്യാദക്ക് കാണാൻ പറ്റുന്നില്ല. ഹി പുട്ട് ഹിസ് ഗ്ലാസ് ഓൺ ദി കൗണ്ടർ ആൻഡ് സെഡ്. കൗണ്ടറിൽ ഗ്ലാസ് വെച്ചിട്ട് ചോദിച്ചു, എ പിന്റ് ഓഫ് ബിയർ പ്ലീസ് മിസ്. കുറച്ച് ബിയർ തരും. പോസ്റ്റ് ഓഫീസൊക്കെ കയറി വന്നിട്ട് ചോദിക്കാണ്. സോ ഐ ഗേവ് ഹിം എ ഡസൻ പെന്നി സ്റ്റാമ്പ് ഇൻസ്റ്റെഡ്. ഞാനൊരു ഡസൻ പെന്നി സ്റ്റാമ്പ്സ് അതിന് പകരം കൊടുത്തു. ഷീ ഓപ്പൺസ് എ ബുക്ക് ഓഫ് സ്റ്റാമ്പ്. എന്നിട്ട് അസിസ്റ്റന്റ് ആ ബുക്ക് ഓഫ് സ്റ്റാമ്പിന്റെ ബുക്ക് ഓപ്പൺ ചെയ്യണം. ഹോ, ദർ ഇസ് മൈ ഫസ്റ്റ് കസ്റ്റമർ. അവിടെ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. ഇതൊക്കെ ആ അസിസ്റ്റന്റ് തന്നെ ഇരുന്ന് ഇങ്ങനെ പറയാട്ടോ. മിസ്സസ് സ്മിത്ത് എന്റേഴ്സ്. അപ്പോൾ മിസ്സസ് സ്മിത്ത് കയറി വരികയാണ് കേട്ടോ. മിസ്സസ് സ്മിത്ത്, ഗുഡ് മോർണിംഗ് മിസ്. കോൾഡ് ഈസന്റ് ഇറ്റ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പറയണം, അത് ഭയങ്കര തണുപ്പില്ലേ. നെക്സ്റ്റ്. അപ്പൊ അസിസ്റ്റന്റ്, യെസ് ഇറ്റ് സർട്ടൻലി ഈസ്. ഇറ്റ് ലുക്സ് ആസ് ദോ വി ഷാൽ ബി ഹാവിംഗ് സ്നോ ഫോർ ക്രിസ്മസ്. അതെ, ശരിക്കും ഇത് ഭയങ്കര തണുപ്പാണ്. തണുപ്പ് കാണുമ്പോൾ തോന്നുന്നുണ്ട് ക്രിസ്മസിന് നല്ല സ്നോ ഉണ്ടാവുമെന്ന്. മിസ്സസ് സ്മിത്ത്, ഐ ഹോപ്പ് വി ഡോണ്ട്. സ്നോ ഈസ് സോ ബാഡ് ഫോർ മൈ റൂമറ്റിസം. You know, last Christmas I had it so badly that I couldn't enjoy myself at all. അപ്പോൾ റൂമറ്റിസം എന്ന് പറഞ്ഞാൽ വാദം എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിസ്സസ് സ്മിത്ത് പറയാണ്, ഞാൻ വിചാരിക്കുന്നു സ്നോ ഉണ്ടാവാതിരിക്കട്ടെ, കാരണം എൻ്റെ വാദത്തിന് അത് നന്നായിട്ട് ബാധിക്കും. ബാഡാണ്, വാദമുള്ളവർക്ക് അത് വേദനകളൊക്കെ ഉണ്ടാക്കും. ലാസ്റ്റ് ക്രിസ്മസ് ഐ ഹാഡ് ഇറ്റ് സോ ബാഡ്ലി ദാറ്റ് ഐ കുഡിന്റ് എൻജോയ് മൈ സെൽഫ് അറ്റ് ഓൾ. കഴിഞ്ഞ ക്രിസ്മസിന് തന്നെ എനിക്ക് അങ്ങനെ തണുപ്പ് അടിച്ചിട്ട് വാദത്തിന്റെ പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. അസിസ്റ്റന്റ്, ലെറ്റ്സ് ഹോപ്പ് ഇറ്റ് ഡസൻറ്റ് സ്നോ ദെൻ. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു മിസ്സസ് സ്മിത്ത്. അപ്പൊ അസിസ്റ്റന്റ് പറയാണ്, ആ ശരി, എന്നാൽ നമുക്ക് ഹോപ്പ് ചെയ്യാം, നമുക്ക് ആഗ്രഹിക്കാം സ്നോ ഇല്ലാതാവട്ടെ എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാം. എന്നിട്ട് ചോദിക്കുകയാണ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഞാൻ എന്ത് ഹെൽപ്പാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. മിസ്സസ് സ്മിത്ത്, എ ബുക്ക് ഓഫ് സ്റ്റാമ്പ്സ് പ്ലീസ് ആൻഡ് എ പോസ്റ്റൽ ഓർഡർ ഫോർ ½ a crown.
ഒരു ബുക്ക് ഓഫ് സ്റ്റാമ്പ്സ് വേണം, അതുപോലെ തന്നെ പോസ്റ്റൽ ഓർഡർ. പോസ്റ്റൽ ഓർഡർ എന്ന് വെച്ചാൽ മണി അയക്കാൻ വേണ്ടിയിട്ട്, മണി ഓർഡറാണ്. അതായത് നമ്മൾ പോസ്റ്റ് മുഖേന മണി അയക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് പോസ്റ്റൽ ഓർഡർ എന്ന് പറയുന്നത്. ഫോർ എ ഹാഫ് എ ക്രൗൺ. ഹാഫ് എ ക്രൗൺ എന്ന് വെച്ചാൽ എ ഫോമർ ബ്രിട്ടീഷ് കോയിൻ ആൻഡ് മോണിറ്ററി യൂണിറ്റ് ഈക്വൽ ടു 2 shillings and 6 pence. അപ്പോൾ ഒരു 2 shillingsനും 6 pensesനും ഈക്വൽ ആയിട്ടുള്ള ഒരു പഴയ ബ്രിട്ടീഷ് കോയിൻ ആണ് ഈ ഹാഫ് എ ക്രൗൺ എന്ന് പറയുന്നത്. അസിസ്റ്റന്റ്, നോ പാർസൽ ഫോർ മീ ടു വേ. എനിക്ക് പാർസൽസ് ഒന്നും സെൻഡ് ചെയ്യാനില്ലേന്ന് അസിസ്റ്റന്റ് ചോദിക്കാണ്. മിസ്സസ് സ്മിത്ത്, ഗുഡ് ഗ്രേഷ്യസ്, നോ, ഐ ഹാവ് സെൻഡ് ഓൾ മൈ പ്രസൻസ് ആൻഡ് കോഡ്സ്. ഐ ബിലീവ് ഇൻ പോസ്റ്റിംഗ് ഓൺലി ഫോർ ക്രിസ്മസ്. എല്ലാം ഞാൻ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രസൻസും എൻ്റെ കാർഡ്സും ഒക്കെ ഞാൻ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും അയക്കാനില്ല. ഐ ബിലീവ് ഇൻ പോസ്റ്റിംഗ് ഓൺലി ഫോർ ക്രിസ്മസ്. ഞാൻ എപ്പോഴും ക്രിസ്മസിന്റെ മുമ്പ് പോസ്റ്റ് ചെയ്യുന്നതിനോട് ആഗ്രഹിക്കുന്നു. അസിസ്റ്റന്റ്, ഐ വിഷ് മോർ പീപ്പിൾ വുഡ് ഡു ദാറ്റ്. ഇറ്റ്സ് നോ വണ്ടർ പാർസൽസ് ആർ ഡാമേജ്ഡ് ഇൻ ദി ലാസ്റ്റ് മിനിറ്റ് റഷ്. അപ്പൊ ഞാനും ആഗ്രഹിക്കുന്നു എല്ലാവരും ഇതേപോലെ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇറ്റ്സ് നോ വണ്ടർ പാർസൽസ് ആർ ഡാമേജ്ഡ് ഇൻ ദി ലാസ്റ്റ് മിനിറ്റ് റഷ്. ഈ ലാസ്റ്റ് മിനിറ്റ് അയക്കുമ്പോൾ അതിന്റെ റഷ് കാരണം, ഈ തിരക്ക് കാരണം അത് എന്തെങ്കിലും ഡാമേജസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ദർ യു ആർ മിസ്സസ് സ്മിത്ത്, യുവർ സ്റ്റാമ്പ്സ് ആൻഡ് യുവർ പോസ്റ്റൽ ഓർഡർ. ഇതാ നിങ്ങളുടെ സ്റ്റാമ്പും പോസ്റ്റൽ ഓർഡറും ഇതാ മിസ്സസ് സ്മിത്ത് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. മിസ്സസ് ജോൺസ് എൻറ്റേഴ്സ്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ മിസ്സസ് ജോൺസ് കയറി വരികയാണ്. മിസ്സസ് സ്മിത്ത്, താങ്ക് യു മിസ്. ഹലോ മിസ്സസ് ജോൺസ്, ഹൗ ആർ യു? എന്നിട്ട് ആദ്യം അസിസ്റ്റന്റിനോട് താങ്ക് യു പറയാണ് മിസ്സസ് സ്മിത്ത്. എന്നിട്ട് മിസ്സസ് ജോണിനോട് ഹൗ ആർ യു, സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് ഹലോ പറഞ്ഞിട്ട്. ഐ ഹാവൻ സീൻ യു ഫോർ എ ലോങ് ടൈം. ഞാൻ നിങ്ങളെ കണ്ടിട്ട് കുറെ ആയല്ലോ. ആർ യു കീപ്പിംഗ് വെൽ? ആർ യു കീപ്പിംഗ് വെൽ? എല്ലാതും ഓക്കെ അല്ലേ? എല്ലാം സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. Mrs. Johns moves to the counter and a deaf old gentleman enters and stands at the back peering at a huge shopping list. മിസ്സസ് ജോൺസ് എന്താണ് കൗണ്ടറിന്റെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ഡെഫ് ആയിട്ടുള്ള, ചെവി കേൾക്കാത്തൊരു ഓൾഡ് വൃദ്ധനായിട്ടുള്ളൊരു ജെന്റിൽമാൻ അതിൽ പോസ്റ്റ് ഓഫീസിലേക്ക് എൻ്റർ ചെയ്യാണ്. ആൻഡ് സ്റ്റാൻഡ്സ് അറ്റ് ദി ബാക്ക്. അയാൾ ബാക്കിൽ പോയിട്ടാണ് നിൽക്കുന്നത്. പിയറിംഗ് അറ്റ് എ ഹ്യൂജ് ഷോപ്പിംഗ് ലിസ്റ്റ്. ഒരു നീണ്ട ഒരു ഷോപ്പിംഗ് ലിസ്റ്റിലോട്ട് പിയറിംഗ് എന്ന് വെച്ചാൽ നോട്ടിട്ട് ഇരിക്കുകയാണ്. അതിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മിസ്സസ് ജോൺസ്, ഐ എം വെരി വെൽ, താങ്ക് യു. ഹാവ് യു ഫിനിഷ്ഡ് യുവർ ക്രിസ്മസ് ഷോപ്പിംഗ് അറ്റ്? അപ്പോൾ മിസ്സസ് ജോൺസ് നമ്മളെ മിസ്സസ് സ്മിതക്ക് മറുപടി കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സുഖമാണ്, താങ്ക് യു, നന്ദിയുണ്ട് ചോദിച്ചതിൽ. ഹാവ് യു ഫിനിഷ്ഡ് യുവർ ക്രിസ്മസ് ഷോപ്പിംഗ് എറ്റ്? നിങ്ങളുടെ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഐ എം സ്റ്റിൽ ഇൻ ദി മിഡിൽ ഓഫ് മൈൻ. ഞാൻ ഇപ്പോഴും അതിൻ്റെ നടുവിലെത്തിയിട്ടുള്ളൂ, അതായത് എൻ്റെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. മിസ്സസ് സ്മിത്ത്, ഐ ഹാവ് പോസ്റ്റഡ് മൈ കാർഡ്സ് ആൻഡ് പ്രസൻസ്. അപ്പോൾ മിസ്സസ് സ്മിത്ത് പറയാണ് എൻ്റെ കാർഡ്സും അതേപോലെ എൻ്റെ ഗിഫ്റ്റുകളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മിസ്സസ് ജോൺസ് ഹാൻഡ് സം ലാർജ് പാർസൽ ടു ദി അസിസ്റ്റന്റ് ഹു വെയ്റ്റ്സ് ദം. അപ്പോൾ മിസ്സസ് ജോൺസ് അവരുടെ പാർസൽ അസിസ്റ്റന്റിന് കൊടുത്തിട്ട് അസിസ്റ്റന്റ് അത് വെയിറ്റ് നോക്കുകയാണ്. ഓക്കെ, വെയിറ്റ് നോക്കിയിട്ടാണ് ഈ പോസ്റ്റൽ സംഭവങ്ങളൊക്കെ അയക്കുക കേട്ടോ, പാർസൽസ് ഒക്കെ അയക്കാം. മിസ്സസ് ജോൺസ്, യു ആർ ലക്കി. ഐ ഡോണ്ട് വാണ്ട് ദീസ് പ്രസൻസ് ഡാമേജ്ഡ് മിസ്, സോ പ്ലീസ് സീ ദാറ്റ് ദേ ആർ ഹാൻഡിൽഡ് വെരി കെയർഫുള്ളി. അപ്പോൾ മിസ്സസ് ജോൺസ് പറയാണ് യു ആർ ലക്കി, അതായത് സ്മിതിനോട് പറയണം എല്ലാതും അയച്ചതുകൊണ്ട് നിങ്ങളത് കഴിഞ്ഞല്ലോ, ഭാഗ്യം, നിങ്ങളതെല്ലാം കഴിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ. ഐ ഡോണ്ട് വോണ്ട് ദിസ് പ്രസൻസ് ഡാമേജ്ഡ് മിസ്. അപ്പോൾ അസിസ്റ്റന്റിനോടാണ് കേട്ടോ പിന്നെ പറയുന്നത്, ഈ പ്രസൻസ് ഒന്നും കേടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ പ്ലീസ് സീ ദാറ്റ് ദേ ആർ ഹാൻഡിൽഡ് വെരി കെയർഫുള്ളി. അതുകൊണ്ട് അത് നോക്കി കൈകാര്യം ചെയ്യണേ എന്ന് പറയാണ് കേട്ടോ അസിസ്റ്റന്റിനോട്. അസിസ്റ്റന്റ്, വി വിൽ ഡു അവർ ബെസ്റ്റ് മാഡം. അപ്പം ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾ അതിന് ശ്രദ്ധിക്കാം, അതായത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ, കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രദ്ധിക്കാൻ പറയാം. ഓൾദോ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് ദേ ഹാഡ് ബീൻ പോസ്റ്റഡ് ലാസ്റ്റ് വീക്ക്. അപ്പോൾ എന്താ പറയുന്നത്, ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ ഇത് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദിലാറ് നന്നാവുമായിരുന്നു എന്ന് പറയണം. അതായത് നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആവാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കുറച്ച് ഹറിബറി ടൈം അല്ലേ, അപ്പോൾ അതിലേറെ നല്ലത് നമ്മൾ ഫ്രീ ആയിട്ട് അയക്കുമായിരുന്നു എന്നുള്ളത് അസിസ്റ്റന്റ് പറയുന്നു കേട്ടോ. മിസ്സസ് ജോൺസ്, വെൻ ഐ പോസ്റ്റ് മൈ ക്രിസ്മസ് പ്രസൻസ് ഇറ്റ്സ് മൈ ഓൺ അഫെയർ. അപ്പോൾ മിസ്സസ് ജോൺസിന് ഈ അസിസ്റ്റന്റ് കൊടുത്ത മറുപടി അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അവര് പറയാണ് അതെന്റെ കാര്യമാണ്, ക്രിസ്മസ് പ്രസന്റ് എപ്പോൾ അയക്കണം എന്നുള്ളത് അത് എന്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ അയക്കും എന്നുള്ളതാണ് മറുപടിയായിട്ട് കൊടുക്കുന്നത്. അതായത് അസിസ്റ്റന്റ് പറയുന്നത് അത്രണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കണേ. അസിസ്റ്റന്റ് പൊലൈറ്റ്ലി, യെസ് മാഡം.
പൊലൈറ്റ്ലി എന്ന് വെച്ചാൽ മാന്യമായിട്ട്, അസിസ്റ്റന്റിനെ കുറിച്ച് മാന്യമായിട്ട് പറയണ യെസ് മാഡം അതെ ശരിയാണ് നിങ്ങളുടെ ഇഷ്ടമാണ്. ദാറ്റ് വിൽ ബി 10 and 6 pence ഓൾ ടുഗെദർ. അപ്പോൾ ഇതെല്ലാം കൂടിയും 10 shillingും 6 പെൻസും ആണ് എല്ലാം മൊത്തത്തിൽ എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് പൊലൈറ്റായിട്ട് പറയാണ്. മിസ്സസ് ജോൺസ് ഹാൻഡ് ഹർ ദ മണി. മിസ്സസ് ജോൺസ് അങ്ങനെ ക്യാഷ് കൊടുക്കാണ്. താങ്ക് യു മാഡം. അസിസ്റ്റന്റ് പറയാണ് കേട്ടോ താങ്ക് യു മാഡം എന്ന്. മിസ്സസ് ജോൺസ് joins Mrs. Smith away from the counter. The deaf old gentleman comes to the assistant. അപ്പോൾ അതിനുശേഷം പൈസ കൊടുത്തതിന് ശേഷം ഈ മിസ്സസ് ജോൺസ് മിസ്സസ് സ്മിത്തിന്റെ അടുത്തേക്ക് പോവാണ്, കൗണ്ടറിന്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പോൾ ദ ഡെഫ് ഓൾഡ് ജെന്റിൽമാൻ കംസ് ടു ദി അസിസ്റ്റന്റ്. അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് ഈ ചെവി കേൾക്കാത്ത വൃദ്ധനായിട്ടുള്ള വ്യക്തി വരികയാണ്. Can I serve you, sir? അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് സർ എന്ന് ചോദിക്കാണ്. ജെന്റിൽമാൻ നോ താങ്ക് യു, ഐ ഹാവ് only come for me old age pension. ഓക്കെ, അപ്പൊ ജെന്റിൽമാൻ പറയണ വേണ്ട താങ്ക് യു. അപ്പൊ അയാൾക്ക് ശരിക്കും ചെവി കേൾക്കുന്നില്ല എന്നുള്ളത് ഓൾറെഡി നമുക്ക് ക്ലിയർ ആണ്. അതുകൊണ്ട് അയാൾ വേറെന്തോ കേട്ടിട്ടാണ് തോന്നുന്നു നോ താങ്ക് യു എന്ന് പറയാണ്. എന്നിട്ട് പറയണേ ഐ ഹാവ് ഓൺലി കം ഫോർ മീ ഓൾഡ് ഏജ് പെൻഷൻ. മൈ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ മൈ ഓൾഡ് ഏജ് പെൻഷൻ, എൻ്റെ ഓൾഡ് ഏജ് പെൻഷൻ വാർത്തയ്ക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയണം. അസിസ്റ്റന്റ് ഐ സി ഹാവ് യു യുവർ ബുക്ക്. അപ്പോൾ അങ്ങനെയാണോ, നിങ്ങളുടെ ബുക്ക് കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജെന്റിൽമാൻ പാർഡൺ എന്ത് ഉള്ള രീതിയിലാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പൊ അയാൾ കേൾക്കുന്നില്ല അയാൾക്ക് പറയുന്നത്. അസിസ്റ്റന്റ് ഐ സെഡ് ഡിഡ് യു ബ്രിങ് യുവർ ബുക്ക്. നിങ്ങളെ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ജെന്റിൽമാൻ ഓഫ് കോഴ്സ് ഐ ഡിഡിൻ ബ്രിങ് മീ കുക്ക്, മീ വൈഫ് ഡസ് ഓൾ മീ കുക്കിംഗ്. അപ്പൊ അയാള് മൈ എന്നുള്ളിടത്തൊക്കെ മീ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡെഫായിട്ടുള്ള ജെന്റിൽമാൻ പറയുന്നൊന്നും ശരിക്കും കേൾക്കുന്നില്ല കേട്ടോ. എന്തൊക്കെയോ മറുപടികളാണ് പറയുന്നത്, ചോദിക്കുന്നതിലുള്ള മറുപടി ഒന്നല്ല. അപ്പോൾ പറയാണ് അതെ ഓഫ് കോഴ്സ് ഐ ഡിഡിൻ ബ്രിങ് മീ കുക്ക്, ഞാൻ എൻ്റെ കുക്കിനെ കൊടുന്നിട്ടില്ല, എൻ്റെ വൈഫാണ് എനിക്ക് കുക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് അയാൾ മറുപടി ആയിട്ട് പറയുന്നത് ബുക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ. അപ്പോൾ ഇയാൾ എല്ലാത്തിനും മൈ എന്നുള്ളിടത്ത് മീ എന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, അസിസ്റ്റന്റ് വിത്ത് ഗ്രേറ്റ് പേഷ്യൻസ് ഐ ആം അഫ്രൈഡ് യു ഡിഡിൻ ഹിയർ വാട്ട് ഐ സെഡ്. അപ്പൊ അസിസ്റ്റന്റ് നല്ല ക്ഷമയോടുകൂടി വീണ്ടും പറയാണ് എന്ത് ഐ ആം അഫ്രൈഡ് യു ഡിഡിൻ ഹിയർ വാട്ട് ഐ സെഡ്, ഞാൻ എന്താ പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊരു മാന്യമായിട്ട് സംസാരിക്കുകയാണ്. ജെന്റിൽമാൻ ബെഡ് ഹു ഓട്ട് ടു ബി ഇൻ ബെഡ്. അപ്പൊ ആ ജെന്റിൽമാന് പറയുന്നത് ശരിക്കും ഒന്നും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. സെഡ് എന്നുള്ളിടത്തൊക്കെ ബെഡ് എന്നാ അയാൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഹു ഓട്ട് ടു ബി ഇൻ ബെഡ്, ആർക്കാണ് ബെഡിൽ കിടക്കേണ്ടത്? ഐ എം നോട്ട് ആസ് യങ് ആസ് ഐ വാസ് ബട്ട് ഐ ആം സ്റ്റിൽ ഹെൽത്തി. ഞാൻ ഇപ്പോൾ യങ്ങല്ല, അത്ര പ്രായം കുറഞ്ഞ ആളല്ല, പക്ഷെ ഞാൻ ഇപ്പോഴും ഹെൽത്തി ആണ്, അതുകൊണ്ട് എനിക്ക് ബെഡിലൊന്നും കിടക്കണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ പറയുന്നത്. ഡോണ്ട് യു ബി സോ ഇംപ്യൂഡൻറ്റ് യങ് ലേഡി. അപ്പൊ ഇംപ്യൂഡൻറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ധിക്കാരി അല്ലെങ്കിൽ നോട്ട് ഷോയിങ് റെസ്പെക്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഇത്ര ധിക്കാരി ആവരുത് കേട്ടോ എന്നുള്ളത് അസിസ്റ്റന്റിനോട് പറയാണ്. അസിസ്റ്റന്റ് ഇത്രയും നല്ല പേഷ്യന്റ് ആയിട്ട് സംസാരിച്ചിട്ടും അയാൾ വേറെ എന്തൊക്കെയാ കേൾക്കുന്നത്. അസിസ്റ്റന്റ് ഐ എം അഫ്രൈഡ് യു ഡിഡിൻ ഹിയർ വാട്ട് ഐ സെഡ്. എനിക്കിപ്പോഴും തോന്നുന്നു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല തോന്നുന്നു എന്ന് പറയാണ്. ഐ സെഡ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ജെന്റിൽമാൻ ടെഡ് ഹൂ സേസ് ഐ എം കോൾഡ് ടെഡ്. ടെഡ് എന്നോ, എൻ്റെ പേര് ടെഡ് ആണെന്ന് ആരാ പറഞ്ഞേ? ആർ യു ട്രൈങ് ടു ടെൽ മീ മൈ ഓൺ നെയിം യങ് വിമൻ. എൻ്റെ സ്വന്തം പേര് നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നോ? മൈ നെയിം സാം ആൻഡ് ഓൾ ഐ ഹാവ് കെയിം ഫോർ ഈസ് മീ പെൻഷൻ. എൻ്റെ പേര് സാം എന്നാണ്, ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പെൻഷന് വേണ്ടിയിട്ടാണ്. അസിസ്റ്റന്റ് ഐ നോ ബട്ട് ഹാവ് യു ബ്രോട്ട് യുവർ ബുക്ക് വിത്ത് യു. എനിക്കറിയാം നിങ്ങൾ പെൻഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, നിങ്ങളുടെ ബുക്ക് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അസിസ്റ്റന്റ് മറുപടി കൊടുക്കുന്നത്. ജെന്റിൽമാൻ നൗ ലുക്ക് ഹിയർ യങ് വിമൻ ഡോണ്ട് യു സ്റ്റാർട്ട് ദിസ് കുക്ക് ബിസിനസ് അഗെയിൻ. അപ്പോൾ ജെന്റിൽമാൻ വീണ്ടും പറയാണ് ഇങ്ങോട്ട് നോക്ക് ഓ വിമൻ, ഇങ്ങോട്ട് നോക്ക്, ഇനിയും ഈ കുക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, കുക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അസിസ്റ്റന്റ് ലൗഡ്ലി. അസിസ്റ്റന്റ് അപ്പോൾ ഒന്ന് ഒച്ചത്തിൽ ബഹളത്തിൽ മീൻസ് സൗണ്ട് ഉണ്ടാക്കിയിട്ട് പറയാണ് നോട്ട് കുക്ക് ബട്ട് ബുക്ക്. ഞാൻ കുക്കിനെ കുറിച്ചല്ല പറയണ, ബുക്കിനെ കുറിച്ചാണ്. ജെന്റിൽമാൻ ഹോ യു വാണ്ട് മീ ബുക്ക്. ഈ മൈ എന്നുള്ളിടത്തൊക്കെ ഇയാൾ മീ തന്നെ ആട്ടോ പറയണേ. അപ്പോൾ അയാൾ ബുക്കിനെ കുറിച്ചാണോ, എൻ്റെ ബുക്ക് വേണോ നിങ്ങൾക്ക്? വൈ ഡിഡിൻ യു സേ സോ ഇൻ ദി ഫസ്റ്റ് പ്ലേസ്. എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞില്ല? ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് അബൌട്ട് ഓൾ ദിസ് കുക്ക് നോൺസെൻസ്
ഈ കുക്കിനെ കുറിച്ച് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ ആദ്യം തന്നെ ഇത് പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറയുന്നു. ഈ ഫംബിൾസ് ഇൻ ഹിസ് പോക്കറ്റ്. ഫംബിൾസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തപ്പുക എന്നാണ് കേട്ടോ. അപ്പൊ അയാൾ പോക്കറ്റിലൊക്കെ ഒന്ന് തപ്പി, ബുക്ക് തപ്പാണ്. അസിസ്റ്റന്റ്, താങ്ക് യു സർ. ഓ നന്ദിയുണ്ട് സർ. നെക്സ്റ്റ്, ഹി ടേൺസ് ടു മിസ്സസ് സ്മിത്ത് ആൻഡ് മിസ്സസ് ജോൺസ്. അങ്ങനെ ആ ജെന്റിൽമാനും മിസ്സസ് സ്മിത്ത് ആൻഡ് മിസ്സസ് ജോൺസിന്റെ അടുത്തേക്ക് നീങ്ങുന്നു. ജെന്റിൽമാൻ, എ ബിറ്റ് നിപ്പി ലേഡീസ്. നിപ്പി എന്ന് വെച്ചാൽ ഏബിൾ ടു മൂവ് ക്വിക്ലി, ഒന്ന് കുറച്ച് പെട്ടെന്ന് നീങ്ങുമോ എന്ന് പറയണത്. മിസ്സസ് സ്മിത്ത് സ്മൈലിംഗ് കൈൻഡ്ലി, ഒരു നല്ല ചിരിയോട് മിസ്സസ് സ്മിത്ത് പറയാണ്, യെസ് ഇസ്ന്റ് ഇറ്റ്, നീങ്ങി തരാലോ. അസിസ്റ്റന്റ്, ദേർ യു ആർ സർ. അപ്പൊ പൈസ ഒക്കെ എടുത്തു കൊടുക്കണം, അവരുടെ പെൻഷൻ പൈസ എടുത്തു കൊടുത്തിട്ട് ഇവിടെ സർ എന്ന് പറയാണ്. ജെന്റിൽമാൻ, താങ്ക് യു മിസ്. ഹി മബിൾസ്. മബിൾസ് എന്നുള്ള വേർഡിനർത്ഥം ഇങ്ങനെ മുറുമുറുക്കുക, അതായത് ചെറിയ ഇതിൽ ഒരു വിഴുങ്ങി പറയാ, ഫുൾ താങ്ക് യു പറയാതെ ഉള്ളൊരു ഇതിൽ ഇങ്ങനെ വിഴുങ്ങി പറയാന്ന് പറയില്ലേ, അതേപോലെ. ദ കോംപ്ലിമെന്റ് ഓഫ് ദി സീസൺ ടു യു. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ഈവ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്, സീസണിന്റെ ഒരു നന്ദി പ്രയോഗം പോലെ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു വിഷു പോലെ പറയാണ് തോന്നുന്നുണ്ട്. അസിസ്റ്റന്റ്, ഐ ബെഗ് യുവർ പാർഡൻ സർ. അസിസ്റ്റന്റ് ചോദിക്കാണ് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കാണ്, എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കാണ്. കാരണം അയാൾ ഓൾറെഡി മെല്ലെയാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ. ജെന്റിൽമാൻ, ഐ തോട്ട് യു വർ എ ബിറ്റ് ഡെഫ് മിസ്. ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ല. അപ്പൊ ജെന്റിൽമാൻ നേരെ ഓപ്പോസിറ്റ് അസിസ്റ്റന്റിനോട് പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്, പിന്നെ ഗുഡ് മോർണിംഗ് പറയാണ്. അസിസ്റ്റന്റ്, ഹി സേസ് ഐ എം ഡെഫ്. വെൽ ഐ ലൈക്ക് ദാറ്റ്. അപ്പോൾ അസിസ്റ്റന്റ് പറയാം, ഓ ശരി, ഞാനാണ് ഇപ്പൊ ഡെഫ്, അയാളാണ് ശരിക്കും ഡെഫ്, എന്നിട്ട് എന്നെയാണ് ഡെഫ് എന്ന് പറയുന്നത് എന്നുള്ള രീതിയിലൊരു ഐ ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടമായി എന്നുള്ള രീതിയിൽ ഒരു തമാശയിൽ പറയണം കേട്ടോ. The deaf old gentleman stays counting his money. The fussy old lady enters quickly. അപ്പോൾ ഇവിടെ ഡെഫ് ഓൾഡ് ജെന്റിൽമാന്, ഈ വൃദ്ധനായിട്ടുള്ള ചെവി കേൾക്കാത്ത വ്യക്തി മണി കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ദ ഫസി ഓൾഡ് ലേഡി ബാങ്കിലോട്ട് കയറി വരികയാണ് കേട്ടോ. ഈ ഫസിൽ ഓൾഡ് ലേഡി എത്ര പറഞ്ഞാലും ഒരു സമാധാനം ഇല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ കലഹിച്ചുകൊണ്ടും അതേപോലെ തിരക്ക് കൂട്ടിക്കൊണ്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ ആ ക്യാരക്ടറാണ് ഇനി കയറി വരുന്നത്. ഓൾഡ് ലേഡി, എക്സ്ക്യൂസ് മീ മൈ ഡിയർ യങ് ലേഡി, ബട്ട് ഐ നീഡ് അഡ്വൈസ്. ഓ എക്സ്ക്യൂസ് മീ, എൻ്റെ യങ് ലേഡി അസിസ്റ്റന്റിനെയാണ് വിളിക്കുന്നത്. യങ് ലേഡി, ഐ നീഡ് അഡ്വൈസ്, എനിക്കൊരു ഉപദേശം വേണം. അസിസ്റ്റന്റ്, സർട്ടൻലി മാഡം, വാട്ട് ഈസ് ദി ട്രബിൾ. ശരിക്കും തരാ മാഡം, എന്താണ് നിങ്ങളുടെ പ്രശ്നം. ഓൾഡ് ലേഡി, വെൽ ഇറ്റ്സ് അബൌട്ട് മൈ കാറ്റ് ടിഡിൽസ്. അപ്പോൾ ഓൾഡ് ലേഡി, വെൽ ഇത് എൻ്റെ കാറ്റിനെ കുറിച്ചാണ്, കാറ്റിന്റെ പേര് ടിഡിൽസ്. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ടു മേക്ക് ഓഫ് ഹെർ. അവൾ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയുന്നില്ല. ഷീ യൂസ് ടു ബി സച്ച് എ ബിഗ് ഈറ്റർ. അവൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ആളായിരുന്നു. ബട്ട് ലേറ്റ്ലി ഷീ ഹാസ് ഗോൺ ഓഫ് ഹെർ ഫുഡ്. പക്ഷെ ഇപ്പൊ അവൾ തീരെ കഴിക്കുന്നില്ല. ഗോൺ ഓഫ് എന്ന് വെച്ചാൽ അവൾ തീരെ ഇപ്പൊ അതിനോടൊരു താല്പര്യം കാണിക്കുന്നില്ല. അസിസ്റ്റന്റ്, ഹോ ഐ എം സോറി, ഹാവ് യു സീൻ എ വെറ്റ്. ഓ സോറി മീൻസ് വിഷമത്തിൽ പറയാണ്. ഹാവ് യു സീൻ എ വെറ്റ്, നിങ്ങളൊരു വെറ്റിനറി ഡോക്ടറെ കണ്ടിട്ടുണ്ടോ. ലേഡി, യു സീ ഷീ ഹാസ് ഹേർട്ട് എ പോ. അവളുടെ കാലിന്റെ ഭാഗത്തൊരു മുറിവുണ്ട്. പോർ തിങ്, ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഹാസ് അപ്സെറ്റ് ഹർ. ആ മുറിവാണ് അവളെ വേദനിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ടു ഡു. എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. അസിസ്റ്റന്റ്, ട്രൈ പുട്ടിങ് ആന്റിസെപ്റ്റിക് ഓൺ ദി പോ. അവിടെ വല്ല ആന്റിസെപ്റ്റിക് ഓയിൻമെന്റ്സ് കാര്യങ്ങൾ തേച്ച് നോക്കൂ എന്ന് പറയണം അസിസ്റ്റന്റ്. അപ്പോൾ ഓൾഡ് ലേഡി, കുഡ് യു ലെറ്റ് മീ ഹാവ് സം പ്ലീസ്. നിങ്ങൾ എനിക്ക് അത് ആന്റിസെപ്റ്റിക് ഒന്ന് തരുമോ പ്ലീസ് എന്ന് പറയാം. അപ്പൊ അസിസ്റ്റന്റ്, ട്രൈ ദി കെമിസ്റ്റ് മാഡം, ദിസ് ഈസ് എ പോസ്റ്റ് ഓഫീസ്. അപ്പൊ ഇവര് വഴി മാറി വന്നിട്ടില്ല കേട്ടോ, ഇവര് ഫാർമസി ആണെന്ന് കരുതി പോസ്റ്റ് ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് പറയാണ് ഈ കെമിസ്റ്റിന്റെ, അതായത് ഫാർമസിക്ക് പോകും, ഇത് പോസ്റ്റ് ഓഫീസ് ആണെന്ന് പറയണം. അപ്പോൾ നെക്സ്റ്റ്, ഓൾഡ് ലേഡി, ഹോ ഡിയർ, ഐ മസ്റ്റ് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ഇസ് ഇൻ ദിസ് ദി ക്ലിനിക് ഫോർ സിക്ക് അനിമൽസ്. ഓ എനിക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ക്ലിനിക് അല്ലേ, ഇത് അനിമൽസിന്റെ ക്ലിനിക് അല്ലേ എന്നാ ചോദിക്കുന്നത്. നെക്സ്റ്റ്, അസിസ്റ്റന്റ്, നോ ദ അനിമൽ ക്ലിനിക് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി റോഡ്. അല്ല, ഇത് അനിമൽ ക്ലിനിക് അല്ല, അനിമൽ ക്ലിനിക് ഈ റോഡിലൂടെ നേരെ പോയി ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാം. ഓൾഡ് ലേഡി, ഐ എം സോ സോറി ടു ഹാവ് ട്രബിൾഡ് യു. ഓ എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ ട്രബിൾ ചെയ്തിൽ. ഐ കാൻ ഗോ എവേ വിത്തൗട്ട് ബൈയിങ് സംതിങ് ഫ്രം യുവർ ലവ്ലി പോസ്റ്റ് ഓഫീസ്. ഈ ലവ്ലി പോസ്റ്റ്, ഈ നല്ല പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒന്നും മേടിക്കാതെ പോകാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ അവരെ ട്രബിൾ ചെയ്തല്ലോ, കുറച്ചു നേരമെങ്കിലും അവരെ ബുദ്ധിമുട്ടിച്ചല്ലോ, അതിനൊരു ഇതായിട്ട് പറയാണ്. ഓൾഡ് ലേഡി പറയാണ്, എനിക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് പോകണം തോന്നുന്നു. നൗ ലെറ്റ് മീ സീ. ഇപ്പൊ ഞാൻ നോക്കട്ടെ. യെസ് ഐ നോ, ഐ വിൽ ബൈ എ 2 penny half
പെന്നി സ്റ്റാമ്പ്. ഓ എനിക്ക് കിട്ടി. ഞാൻ ഒരു 2 പെന്നി ഹാഫ് പെന്നി സ്റ്റാമ്പ് മേടിക്കാം. ദാറ്റ്സ് സോ പ്രിറ്റി. ആഴിന്തേ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, ശരിയല്ലേ? ആൻഡ് ഇറ്റ് മേ ബി വെരി യൂസ്ഫുൾ ദിസ് ക്രിസ്മസ്. ഈ ക്രിസ്മസിൽ എനിക്കിത് ഭയങ്കര ഉപകാരപ്പെടും. അപ്പൊ ജെന്റിൽമാൻ ടു ദ ഓൾഡ് ലേഡിനോട് ജെന്റിൽമാൻ ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ ലേഡി, ബട്ട് ഐ നോ സംതിങ് അബൌട്ട് കാറ്റ്സ്. ഓ എക്സ്ക്യൂസ് മീ ലേഡി, എനിക്ക് കാറ്റുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. പെർഹാപ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ദേ സ്റ്റാൻഡ് ടോക്കിംഗ്. അവരവിടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പാർട്ട് 1 ഈ സീനോടെ നമുക്ക് നിർത്താം. നെക്സ്റ്റ് ഭാഗങ്ങളൊക്കെ പാർട്ട് 2 നിങ്ങൾ കാണാം. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ പാർട്ട് 2 ആക്കി ഇടുന്നത്. അപ്പോൾ നിങ്ങളത് കാണാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.